ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഉണ്ട്. കൂടാതെ ഡേവിഡ് കാറ്റല, വികാസ് ശുംനം എന്നിവരൊക്കെ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനിടെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് അടച്ചുപൂട്ടി പോവാൻ വേണ്ടി വരെ ആലോചിച്ചിരുന്നു എന്നാണ് അഭിക് ചാറ്റർജി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ സത്യസന്ധമായിക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചു പൂട്ടുന്നതിനെ പറ്റി വളരെ സീരിയസ് ആയിക്കൊണ്ട് ഞങ്ങൾ പരിഗണിച്ചിരുന്നു എന്നാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും പിൻവാങ്ങി ക്ലബ്ബുമായി മുന്നോട്ട് പോകാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുകയായിരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് കൊച്ചി സ്റ്റേഡിയം നൽകിയതിന് GCDAയോട് അദ്ദേഹം ഇപ്പോൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. കാരണം വാടകയുടെ കാര്യത്തിൽ ഒരു വലിയ കുറവ് GCDA ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ അവരുടെ ചെയർമാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് ആദ്യം 8.4 ലക്ഷം രൂപയായിരുന്നു ഈ ഒരു കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ വാടകയായിക്കൊണ്ട് വന്നിരുന്നത്. അതിപ്പോൾ 2 ലക്ഷം രൂപയിലേക്ക് കുറച്ചിട്ടുണ്ട് എന്നാണ് GCDA ചെയർമാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ മറ്റു ഇവൻറ്റുകൾ ഇനിയും നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ ടർഫിന് കേടുപാടുകൾ ഒന്നും വരാത്ത രീതിയിലായിരിക്കും മറ്റു കൾച്ചറൽ ഇവൻറ്റുകൾ നടക്കുക എന്നുകൂടി GCDA ചെയർമാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ അഭിഗും അതുപോലെ തന്നെ വികാസും ഡേവിഡ് കാറ്റലയും നൽകുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.